ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ എടുത്തിട്ടുള്ളത് 3 PYQ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് റിലേറ്റ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു മന്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ചോദിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1498 മെയ് മാസത്തിൽ 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ, നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് 1500 പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിൽ എത്തി. അതും എന്താണ്? ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നമുക്കറിയാം, 1498 മെയ് മാസത്തിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പോ മെയ് ഏതിലാണ്, ഏത് ഡേറ്റ് ചോദിക്കാം നമ്മോട്. മെയ് 20-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയത്. അതുപോലെ കേരള ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരു അധ്യായത്തിന്റെ ആരംഭമാണ് ഈ പറയുന്നത്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പൊ ആരാ അയച്ചത്? ഡോം മാനുവൽ അല്ലെ. ഡോം മാനുവൽ ആണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഡോം മാനുവൽ രാജാവാണ് എന്ത് ചെയ്തത്? വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇനി എന്താണ്? വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായിരുന്നു? വാണിജ്യ വികസനം. പോർച്ചുഗീസ് രാജാവ് പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ ഒരു പര്യടന സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. പോർച്ചുഗീസ് രാജാവ് പിന്നെ പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ ഒരു പര്യടന സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. നമ്മൾ പറഞ്ഞു 1500 പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ കബ്രാൾ നയഹീനനും സ്വാധികാര പ്രമാണിയുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം പരാജയമായിരുന്നില്ല. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ, പഠിച്ചത് ഓർമ്മയുണ്ടോ? കബ്രാളിന്റെ പ്രതിനിധിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഐറസ് കൊറിയ എന്ന് പറയുന്നത് അല്ലെ. ഐറസ് കൊറിയ എന്ത് ചെയ്യുകയാണ്? പിന്നെ സാമൂതിരിയുമായിട്ട് ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്യുകയാണ്. സാമൂതിരിയുമായിട്ട് ഈ ഐറസ് കൊറിയ ഒരു ധാരണയിലെത്തി തൽഫലമായിട്ട് കോഴിക്കോട്ട് എന്താണ്? ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിട്ട് ഇത് എടുക്കാം കേട്ടോ. ഇനി എന്നാൽ കോഴിക്കോട്ടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്ന തീവ്ര മത്സരം,
കോഴിക്കോട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? അറബികളും ഉണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. ഇവർ തമ്മിൽ നിലനിന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ബന്ധുത്വത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. കോപാകുലരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യാണ്? പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കരക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിലധികം പേരെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ സംഭ്രാന്തനായിട്ടുള്ള കബ്രാള് കോഴിക്കോട്ട് നിന്ന് എവിടേക്ക് കപ്പൽ കയറുകയാണ്? കൊച്ചിയിലേക്ക് കപ്പൽ കയറുകയാണ്. ഓക്കെ, അങ്ങനെ 1500 ഡിസംബർ 25 എന്നാണ് ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1500 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ എന്ത് ചെയ്യുകയാണ്? കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താനെ കൊച്ചി രാജാവ് സ്വീകരിക്കുകയാണ്. 1502 ഫെബ്രുവരിയിൽ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഡോം മാനുവൽ എവിടേക്ക് അയക്കുകയാണ്? ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ശ്രദ്ധിക്കുക, 1502 പിന്നെന്നാണ് 1502 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുകയാണ്? വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ പിന്നെ ഡോം മാനുവൽ വീണ്ടും ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം എവിടെയാണ് അടുത്തിട്ടുള്ളത്? അഞ്ചി ദ്വീപിലാണ് അടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആരാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ഡച്ചുകാരാണ് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളതാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 അതും ഓഗസ്റ്റ് എന്നാണ്, ഓഗസ്റ്റ് 10 ആ ഒരു ഡേറ്റും കൂടെ പഠിച്ചു വെച്ചേക്കുക. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത്. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയാണ്? നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തുകയാണ്? ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് ഈ കുളച്ചൽ യുദ്ധത്തിലാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്താണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നറിയോ? തമിഴ്നാട് അല്ലെ. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ്? കന്യാകുമാരി ജില്ലയിലാണ് ഇപ്പോ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ്? മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ എന്ന് പറയുന്നത് ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനാണ് ഈ ഡിലനോയി എന്ന് പറയുന്നത്. എന്താ അറിയപ്പെടുന്നത്? തിരുവിതാംകൂറിന്റെ എന്താ അറിയപ്പെടുന്നത്? വലിയ കപ്പിത്താൻ. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയി ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വച്ചേക്കാം. ഇനി എന്താണ്? ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലെ ഏത് കോട്ടയിൽ? ഉദയഗിരി കോട്ടയിലാണ്. എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ്. ഓക്കെ, പിന്നെന്താണ്? ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരെന്ന് ചോദിക്കാം. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? വീരരാമവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി എന്ന് പറയുന്നത്. വീരരാമവർമ്മ. അദ്ദേഹം എന്താണ്? വേണാട് രാജാവാണ് അല്ലെ. വേണാട് രാജാവാണ് എന്നുള്ളതും കൂടെ ഓർത്തു വച്ചേക്കാം. വീരരാമവർമ്മ.
ഇനി കുളച്ചൽ യുദ്ധത്തിന്റെ പരാജയത്തോടെ ഡച്ചുകാര് കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശം. കുളച്ചൽ യുദ്ധം പരാജയപ്പെട്ടു. അങ്ങനെ ഡച്ചുകാര് കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? വാമനപുരം. എന്താണ് വാമനപുരം എന്ന് പറയുന്നത്? ഏതാണ്? വാമനപുരം. ഇനി എന്താണ്? തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് എന്തെന്ന് പറയുന്നത്? തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ആരുടെ അധീനതയിലാവുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നുണ്ട്. ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ആരാം? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അങ്ങനെ 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി എന്ന് 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി എന്ന് പറയുന്നത് ആരാണ്? ഡച്ചുകാരാണ്. ആരാണ്? ഡച്ചുകാര്. എന്താ പിടിച്ചടക്കിയത്? കൊച്ചി പിടിച്ചടക്കിയ വർഷം എന്നാണ് 1663. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഏത് ഉടമ്പടിയാണ്? മാവേലിക്കര ഉടമ്പടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ വർഷം ചോദിക്കാം. മാവേലിക്കര ഉടമ്പടിയുടെ വർഷം എന്ന് പറയുന്നത് 1753 എന്നാണ്. 1753 ഓഗസ്റ്റ് എന്നാണ് 15-നാണ് മാവേലിക്കര ഉടമ്പടി. ഇതിന്റെ പ്രത്യേകത എന്താണ്? 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയുടെ എന്താ പ്രത്യേകത എന്താണ്? ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് 1753 മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർത്തു വച്ചേക്കുക. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ എന്ത് ചെയ്യുകയാണ്? പരാജയപ്പെടുത്തുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് ഈ യുദ്ധത്തിലാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഏത് കോട്ടയിൽ? ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? വീരരവിവർമ്മയാണ്. വേണാട് രാജാവ് വീരരവിവർമ്മയാണ് കേട്ടോ. രാമവർമ്മ എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. വീരരവിവർമ്മ. ഓക്കെ, ആരാണ്? രവിവർമ്മ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? കുളച്ചൽ യുദ്ധത്തിന്റെ പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് വാമനപുരം. ഈ തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയും 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഡച്ചുകാരാണ് അല്ലെ. കൊച്ചി ഡച്ചുകാരാണ് 1663 പിടിച്ചടക്കിയത്. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. വർഷമാണ് 1753 ഓഗസ്റ്റ് 15. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിന്റെ ഓപ്ഷൻ ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ? ചേരുമ്പടി ചേർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും, ഒരു സൈഡിൽ പുസ്തകങ്ങളുണ്ട്, അതിലെ രചയിതാക്കള് മറ്റേ സൈഡിലുണ്ട്. ഇത് താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹോർത്തൂസ് മലബാറിക്കസ് ഇതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെൻറി വാൻഡ്രീഡ് അല്ലെ. ഹെൻറി വാൻഡ്രീഡ്. മാമാങ്കം കിളിപ്പാട്ട് ആരായിരുന്നു? മാമാങ്കം കിളിപ്പാട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാടഞ്ചേരി നമ്പൂതിരി. അടുത്തത് പെരുമാൾ തിരുമൊഴി. പെരുമാൾ തിരുമൊഴി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുലശേഖര ആൾവാർ. ആരാണ്? കുലശേഖര ആൾവാർ. തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീനോ? ഷെയ്ഖ് സൈനുദ്ദീൻ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനിയും ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാവുന്നതാണ് ഈ ഒരു ഭാഗത്തുനിന്ന്. ഓക്കെ, അപ്പോൾ ഹുർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? ഡച്ച് ഗവർണർ ആയിരുന്നു. ആരായിരുന്നു ഇദ്ദേഹം? ഹെൻറിക് വാൻഡ്രീഡ് എന്ന് പറയുന്നത് ഡച്ച് ഗവർണർ ആയിരുന്നു. ഹുർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആയിരുന്നു. മലയാള ലിപി അച്ചടിക്കുവാൻ ഈ വാൻഡ്രീഡിനെ സഹായിച്ചത് ആരാന്നറിയോ? മലയാള ലിപി അച്ചടിക്കുവാനേ ഇമ്മാനുവൽ റോയ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ ഇദ്ദേഹത്തെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആയിരുന്നു. പഠിച്ചു വച്ചേക്കുക. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ചോദിക്കാം. അതിലെ പരിഭാഷകൻ ആരായിരുന്നു? അത് ആരായിരുന്നു? ഇമ്മാനുവൽ കർണേറോ. ഇമ്മാനുവൽ റോയ് അല്ല, ഇമ്മാനുവൽ കർണേറോ. അത് പരിഭാഷകനായിരുന്നു. കർണേറോ ട്ടോ, കർണേറോ. ഓക്കെ, അപ്പോ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ഹെൻറിക് വാൻഡ്രീഡ് ആണ്. ഡച്ച് ഗവർണർ ആയിരുന്നു. മലയാള ലിപി അച്ചടിക്കാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയും. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമ്മാനുവൽ കർണേറോ ആയിരുന്നു. അപ്പൊ മാത്യൂസ് ആരാന്നറിയോ? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കർമ്മലേറ്റ് സന്യാസിയാണ് ആരെന്ന് പറയുന്നത്? ഈ മാത്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്യൂസ് എന്ന് പറയുന്നത് ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കർമ്മലേറ്റ് സന്യാസി മാത്യൂസ്. അതുപോലെ ഇതുമായി സഹകരിച്ച ഈഴവ വൈദ്യനുണ്ട്. ആരാണ്? ഈഴവ വൈദ്യനാണ് ആരെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. ആരാണ്? ഇട്ടി അച്യുതൻ. ആരാണ്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാക്കിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം. എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. ഓക്കെ, മലബാറിന്റെ പൂന്തോട്ടം എന്നുള്ളതാണ് ഇതിന്റെ എന്ത് പറയുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ്? ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് അറിയോ? അത് ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ചാണ്? മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, അതും പഠിച്ചു വെച്ചേക്കുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എന്താണ്? കേരളാരാമം. എന്താണ്? കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കിട്ടിയോ? ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാലഘട്ടം 1678 1703. 1678 1703 ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 12 വാല്യങ്ങളാണ് മൊത്തത്തിലുള്ളത്. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങൾ എന്ന് പറയുന്നത് 12 ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. ഓക്കെ, അതും ചോദിക്കാം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നതും ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരുണ്ട്. ആരാന്നറിയോ? അപ്പൂഭട്ട്. അറിയാമോ? അപ്പൂഭട്ട്. അതുപോലെ പിന്നെ ആരാണ്? രംഗഭട്ട്. പിന്നെ ആരാണ്? വിനായകഭട്ട്. അപ്പൂഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഓക്കെ, പിന്നെന്താണ്? അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സർവകലാശാല കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് അത് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. മാമാങ്കം കിളിപ്പാട്ടി എന്ന കാവ്യം രചിക്കാൻ പ്രോത്സാഹനം നൽകിയത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ്? തയ്യാറാക്കാൻ
തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് ആരെന്ന് പറയുന്നത്? ഹെൻറിക് വാൻഡ്രീഡ് എന്ന് പറയുന്നത്. വാൻഡ്രീഡിനെ സഹായിച്ചത് ആരാണ്? ഇമ്മാനുവൽ റോയി ആണ്. രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണേറോ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഇതുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം. ലാറ്റിൻ ഭാഷയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെന്താണ്? മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ കേരളാരാമം എന്നറിയപ്പെടുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 1703. 12 വാല്യങ്ങളാണ് ഇതിൽ ആകെയുള്ളത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇതുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഇനി മാമാങ്കം കിളിപ്പാട്ടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ട്ടോ. ഓക്കെ, ഇതൊന്ന് വായിക്കട്ടെ. മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കാവ്യം രചിക്കാൻ പ്രോത്സാഹനം നൽകിയത് 1684 മുതൽ 1705 വരെ ഭരിച്ചിരുന്ന കോഴിക്കോട് സാമൂതിരിയാണ്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? മാമാങ്കം കിളിപ്പാട്ട് എന്ന കാവ്യം രചിക്കാൻ പ്രോത്സാഹനം നൽകിയത് 1684 മുതൽ 1705 വരെ ഭരിച്ചിരുന്ന കോഴിക്കോട് സാമൂതിരിയാണ്. മാമാങ്കം കിളിപ്പാട്ട് എന്ന കാവ്യം രചിച്ചത് ആരാണ്? കാടഞ്ചേരി നമ്പൂതിരിയാണ്. കാടഞ്ചേരി നമ്പൂതിരിയാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. പിന്നെ സാമൂതിരിയുടെ കൊട്ടാരത്തിലെ സദസ്യൻ ആയിരുന്നു ആര്? ഈ കാടഞ്ചേരി നമ്പൂതിരി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1684 മുതൽ 1705 വരെ ഭരിച്ചിരുന്ന കോഴിക്കോട് സാമൂതിരിയാണ് ഈ കാവ്യം രചിക്കാൻ പ്രോത്സാഹനം നൽകിയത് എന്ന് പറഞ്ഞു. സാമൂതിരിയുടെ കൊട്ടാരത്തിലെ ആരായിരുന്നു? സദസ്യനായിരുന്നു ഈ പറയുന്ന കാടഞ്ചേരി നമ്പൂതിരി. ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അനശ്വരനും തമിഴിലെ പ്രശസ്ത ഭക്തപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയുടെ കർത്താവ് ആരായിരുന്നു? അത് കുലശേഖര ആഴ്വാരാണ്. ഓക്കെ, നമ്മള് പെരുമാൾ തിരുമൊഴി പറഞ്ഞല്ലോ. ഇത് എന്തായിരുന്നു? ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അനശ്വരനും തമിഴിലെ പ്രശസ്ത ഭക്തപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയുടെ കർത്താവാണ് കുലശേഖര ആഴ്വാർ. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ആര് തന്നെയാണ്? ഈ കുലശേഖര ആഴ്വാറാണ് ട്ടോ. കുലശേഖര ആഴ്വാറാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകന്. ഓക്കെ, അപ്പൊ ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അനശ്വരനും തമിഴിലെ പ്രശസ്ത ഭക്തപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയുടെ കർത്താവാണ് ആരെന്ന് പറയുന്നത്? കുലശേഖര ആഴ്വാർ എന്ന് പറയുന്നത്. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. പെരുമാൾ തിരുമൊഴിയിൽ തൽകർത്താവ് കൊല്ലിയുടെ രാജാവെന്നും കുടലിന്റെ നായകൻ എന്നും കോഴിയുടെ ഭരണാധികാരി എന്നും കൊങ്ങുനാടിന്റെ അധീശനെന്നും സ്വയം പരാമർശിച്ചിരുന്നു. ഓക്കെ, പെരുമാൾ തിരുമൊഴിയിൽ തൽകർത്താവ് കൊല്ലിയുടെ രാജാവെന്നും കുടലിന്റെ നായകനെന്നും കോഴിയുടെ ഭരണാധികാരി എന്നും കൊങ്ങുനാടിന്റെ അധീശനെന്നും സ്വയം പരാമർശിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ കുലശേഖരം ആഴ്വാർ എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ മുകുന്ദമാല എന്ന ഭക്തി കാവ്യത്തിന്റെ കർത്താവ് കൂടിയാണ് ട്ടോ. ഏതാണ്? തമിഴ് സംസ്കൃതത്തിലെ ഏത്? മുകുന്ദമാല. ഏതാണ്? മുകുന്ദമാലയുടെ എന്താണ്? ഭക്തി കാവ്യമാണ് ട്ടോ. ഇതിന്റെ കർത്താവാണ് കുലശേഖരം ആഴ്വാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഈ കുലശേഖര ആഴ്വാറുമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ പെരുമാൾ തിരുമൊഴി എന്താണ്? പെരുമാൾ തിരുമൊഴിയുടെ കർത്താവാണ് കുലശേഖര ആഴ്വാർ. അതൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് തുഫത്തുൽ മുജാഹിദീൻ. ഇല്ലേ, തുഫത്തുൽ മുജാഹിദീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഏത്? തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി. അത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ചേരുമടിച്ചെടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്.
പറയുന്നത്. എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച ഈ കൃതി ഏതാണ്? തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണിത് ട്ടോ. ആദ്യ ചരിത്ര കൃതി എന്ത്? കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതി എന്ന് പണ്ഡിതന്മാർ പരാമർശിക്കുന്ന കൃതിയാണ് ഏതെന്ന് പറയുന്നത്? തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ ഏതാണെന്നറിയോ? അറബി ഭാഷയിലാണ് തുഫത്തുൽ മുജാഹിദീൻ രചിച്ചിട്ടുള്ളത്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം ചോദിച്ചാൽ അത് 16-ാം നൂറ്റാണ്ട്. ഏതാണ്? 16-ാം നൂറ്റാണ്ടിലാണ്. പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ കൂടെ പറയാം. ഏതൊക്കെയാണ്? പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്നതാണ് ട്ടോ. ഫതുഹുൽ മുബീൻ ആരുടേതാണെന്ന് അറിയോ? ഫതുഹുൽ മുബീൻ. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കാം ട്ടോ. ഫതുഹുൽ മുബീൻ എന്ന് പറയുന്നത് ഖാസി മുഹമ്മദ് ഇല്ലേ? ഖാസി മുഹമ്മദിന്റെ ഈ കൃതിയാണ്. അതുപോലെ ഫതുൽ മുജാഹിദീൻ സൈനുലാബ്ദിന്റേതാണ്. ഫതുഹുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ആരുടേതാണ്? ഇത് തുഫത്തുൽ മുജാഹിദീൻ ആണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. ഇനി ഫതുൽ മുജാഹിദീൻ ആരുടേതാണെന്നറിയോ? അത് സൈനുലാബ്ദീൻ്റെതാണ്. സൈനുലാബ്ദീൻ മാറിപ്പോവരുത്. ഇത് ഖാസി മുഹമ്മദിൻ്റെതാണ്. ഫതുഹുൽ മുബീൻ ഖാസി മുഹമ്മദ്. ഫതുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ആരുടേതാണ്? സൈനുലാബ്ദീൻ്റെതാണ്. മാറിപ്പോരുത് ട്ടോ. ഓക്കെ, ഇനി ഖാസി മുഹമ്മദ് രചിച്ച മറ്റൊരു അറബി മലയാളം കൃതിയാണ് മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത്. മുഹിയുദ്ദീൻ മാല ഖാസി മുഹമ്മദ് രചിച്ച മറ്റൊരു അറബി മലയാളം കൃതിയാണ്. അറബി മലയാളം ട്ടോ. ഇനി ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ചോദിച്ചാൽ അത് ഫതുൽ മുബീനാണ്. ഈ ഖാസി മുഹമ്മദിന്റെ ഫതുൽ മുബീനാണ് ചാലിയംകോട്ടയിലെ ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫതുൽ മുബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ മീനിങ്, ഫതുൽ മുബീന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാല് വ്യക്തമായ വിജയം. ഇത് ചോദിച്ചിട്ടുണ്ട്. വ്യക്തമായ വിജയം. ഫതുൽ മുബീൻ എന്ന് വെച്ചാൽ വ്യക്തമായ വിജയം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഇതുമായി റിലേറ്റ് ചെയ്തിട്ട്, ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, വെറും 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 3 ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക.